ഈ വരുന്ന നവംബറിൽ ഷാർജയിൽ റഹ്മാന്റെ ലൈവ് പെർഫോമൻസ് ഉണ്ട്. പോകാൻ താല്പര്യമുള്ളവർ ഈ ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നവംബർ 21, 22, 23 തീയതികളിലാണ് ഷാർജ മലീഹ ഡെസേർട്ടിൽ വെച്ച് തൻവീർ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് റഹ്മാൻ അടക്കമുള്ള ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ പെർഫോം ചെയ്യാനായി എത്തുന്നത്. തൻവീർ ഫെസ്റ്റിവലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാം. ഈ ഫെസ്റ്റിവലിലേക്കുള്ള ഒരു ഫുൾ ഡേ ആക്സസിന് പെർ ഹെഡ് 400 ദറംസ് തൊട്ടാണ് ടിക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേൾഡ് ഫേമസ് മ്യൂസിഷ്യൻ ബ്രയാൻ ആഡംസിന്റെ ലൈവ് മ്യൂസിക് ഷോ അബുദാബിയിൽ നടക്കുന്നു 2026 ഫെബ്രുവരി 11 അബുദാബി സാദിയ ഐലൻഡിന്റെ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് നടക്കുന്ന ഈ ഇവന്റിന്റെ ടിക്കറ്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ticketmaster.ae-യിൽ നിന്ന്. ഷാർജയിലെ ഒരു ഹിഡൻ ജെം, അതായത് പബ്ലിക്കിനൊന്നും ഇതുവരെ ആക്സസ് നൽകാത്ത ഷാർജയിലെ ഒരു ഐലൻഡ് പബ്ലിക്കിനായി വളരെ ലിമിറ്റഡ് പീരീഡിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഷാർജ എൻവയോൺമെന്റൽ അതോറിറ്റി പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി വെച്ചിരുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടുള്ള സർ ബുനോയർ ഐലൻഡിലേക്കാണ് അപൂർവമായ ഈ ഒരു അവസരം ഇപ്പോൾ ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് ആക്സസ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. visitSharjah.com വഴി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയി ഈ ഒരു ഐലൻഡിലേക്ക് പോകാം. ഗൈഡോട് കൂടിയ ഒരു നേച്ചർ വാക്കും സ്നോർക്ലിംഗ് പോലുള്ള ഏറ്റവും മികച്ച അട്രാക്ഷൻസ് ആണ് അവിടെ കാത്തിരിക്കുന്നത്. ദുബായിലെ ദീപാവലി ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഈ വീക്കെൻഡിലും ഗ്ലോബൽ വില്ലേജിൽ അതിവിപുലമായ ദീപാവലി ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഒക്ടോബർ 24, 25 തീയതികളിൽ ഗ്ലോബൽ വില്ലേജിൽ രാത്രി 9 മണിക്ക് ദീപാവലിയോടനുബന്ധിച്ച് സ്പെഷ്യൽ ഫയർ വർക്ക്സ് നടക്കുന്നു.